ഡോക്ടർ ശ്രീ സുൽഫി നൂഹ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുൽഫി നൂഹ്, സംസ്ഥാനത്ത് കോവിഡ് ഇപ്പോൾ ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുതിയ വകഭേദമാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. രോഗ തീവ്രത കുറവാണ് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ താങ്കൾ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും എത്രത്തോളം ആശങ്കാജനകമായ ഒരു സാഹചര്യമാണിത്? കോവിഡിനെ കുറിച്ചൊരു അതിയായ ആശങ്കയുടെ ആവശ്യമില്ല. ദിസ് ഇസ് എ റുട്ടീൻ സർക്കുലർ. ഇത്തരം കാര്യങ്ങളിൽ ഔട്ട്ബ്രേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന ഒരു റുട്ടീൻ കാര്യമാണ്. ഒരു റെഡ് അലേർട്ടിന്റെയോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള എമർജൻസി ആയിട്ടുള്ള വളരെ അതീവ ഗുരുതരമായ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും കോവിഡിന് ഇല്ല. ഒരുപക്ഷെ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു സ്ഥിതിവിശേഷ അതീവ ഗുരുതരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വളരെ എമർജൻസി ആക്ഷൻ ആവശ്യമുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ വളരെ വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമുക്കറിയാം ഈ ഇപ്പോഴത്തെ വകഭേദത്തിന്റെ ഒരു നമ്മൾ മുമ്പ് തന്നെ ആദ്യകാലങ്ങൾ മുതൽ തന്നെ കോവിഡ് വന്ന പാൻഡമിക്കിന്റെ സമയത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ പാൻഡമിക്കുകളും പോലെ ഈ പാൻഡമിക് വളരെ അതിശക്തമായ തീവ്രമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയതിനു ശേഷം കടലിൽ നിന്നും തിരമാലകൾ ഉള്ളിലേക്ക് നമ്മുടെ തീരത്തേക്ക് എത്തുന്നത് പോലെ ചെറിയ ചെറിയ വേവ്സ് ഓഫ് ഒരു സൈക്ലിക്കൽ ട്രെൻഡ് വർഷങ്ങളോളം നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സൈക്ലിക്കൽ ട്രെൻഡിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു അപ് ട്രെൻഡ് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ തീർച്ചയായും ഈ പറഞ്ഞ മാതിരി ഗർഭിണികളായ ആൾക്കാർ അല്ലെങ്കിൽ ഒരുപക്ഷെ ഡെബിലിറ്റേറ്റിംഗ് ഇൽനെസ് ഉള്ള മറ്റ് വ്യക്തികൾ, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാർ, മാലിഗ്നൻസി ക്യാൻസർ കഴിഞ്ഞിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർ, അത്തരം ആൾക്കാരിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരുപക്ഷെ ഇതൊരു ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് എല്ലാവരെയും ഈ കോവിഡ് ടെസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യുന്നിടത്ത് കൂടുതൽ ആൾക്കാരെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് കേരളത്തിലെ കണക്കുകൾ അല്പം കൂടുതൽ കാണിക്കുന്നത് തന്നെ. അതിനർത്ഥം ഇത് പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. രോഗലക്ഷണമുള്ളവര് തീർച്ചയായിട്ടും ഫസ്റ്റ് ഇത് വളരെ ഹൈലി ഒരു ഇൻഫെക്ടിവിറ്റി ഉള്ളതാണ്, പെട്ടെന്ന് പടരും. പക്ഷെ മരണനിരക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തീരെ കുറവായതുകൊണ്ട് തന്നെ രോഗലക്ഷണമുള്ളവര്, അതായത് ശരീരവേദന, പനി, മൂക്കൊലിപ്പ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഈവൻ ഇഫ് അത് കോവിഡ് അല്ലെങ്കിൽ പോലും മറ്റുള്ള ആൾക്കാരിലേക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ തന്നെ ഇരിക്കുക. ഒരു ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ടും അത് തുടരുകയാണെങ്കിൽ ഡോക്ടറുടെ ഈ രോഗലക്ഷണം കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ എല്ലാവരും ടെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ് പുതിയ മാർഗനിർദ്ദേശം അല്ലേ? എല്ലാ ലക്ഷണമുള്ള ആൾക്കാരെയും ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഇപ്പോഴുള്ള സ്ഥിതിവിശേഷത്തിൽ നിലവിലില്ല. അത് ഡോക്ടറുടെ തീർച്ചയായിട്ടും രോഗലക്ഷണമുള്ള ആൾക്കാരെ ഡോക്ടറെ കാണിക്കുക. ഡോക്ടറുടെ ഒരു ഡിസ്ക്രിപ്ഷൻ അത് വിടുക എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഡെബിലിറ്റേറ്റിംഗ് ഇൽനെസ് ഉള്ള ആൾക്കാരിലും മറ്റ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലും കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പുതിയ വകഭേദം എന്ന് പറയുന്നത് കോവിഡിന് എപ്പോഴും പുതിയ പുതിയ വകഭേദങ്ങൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊരു സിഗ്നിഫിക്കന്റ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിഗ്നിഫിക്കന്റ് ഒരു വകഭേദമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു സാധാരണ ഉണ്ടാകുന്ന ഒരു വകഭേദത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. ഡോക്ടർ, ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. നമുക്കറിയാം നേരത്തെ ഉണ്ടായിട്ടുള്ള കോവിഡ് പാൻഡമിക് മാനസികമായും ശാരീരികമായും ആളുകളെ എത്രത്തോളം തളർത്തിയിട്ടുണ്ട് എന്നുള്ളത്. ആ സമയത്ത് തന്നെ 3, 4 തവണയൊക്കെ കോവിഡ് വന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ഇനിയും ഒരു കോവിഡ് കൂടി വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ സങ്കീർണമാക്കുമോ, സാഹചര്യം ആരോഗ്യത്തെ ബാധിക്കുമോ എന്നുള്ള വലിയൊരു ആശങ്കയുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ആ കാര്യത്തിൽ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ മിക്കവാറും എല്ലാവരും ഓൾമോസ്റ്റ് എവ്രി വൺ ഹാസ് ടേക്കൺ ദ വാക്സിനേഷൻ. അപ്പോൾ വാക്സിനേഷന്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. രണ്ട്, നമുക്ക് നമ്മളെ ഇൻഫെക്ഷൻ വന്നു പോയതോടുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് തന്നെ സ്വാഭാവികമായ ഒരു രോഗപ്രതിരോധം വന്നത്. ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അല്ലാതെ തന്നെയുള്ള പ്രൊട്ടക്ഷനും കൂടെ ചേർന്നിട്ട്, അതായത് ഇമ്മ്യൂണിറ്റിയും കൂടെ ചേർന്നിട്ട് നമുക്ക് ഈ കോവിഡിനെ അതിരൂക്ഷമായ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത, ഇൻഫാക്ട് മുമ്പ് വന്നു പോയവർക്ക് വീണ്ടും വരാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വീണ്ടും ഒരുപക്ഷെ ഡെങ്കിപ്പനിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രോഗവുമായിട്ടോ ചേർന്ന് നിന്നുകൊണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് കോവിഡ് വന്നു പോയവർക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അതിന്റെ പ്രോബബിലിറ്റി കുറഞ്ഞു തന്നെ നിൽക്കാനാണ് സാധ്യത. അവർക്ക് കൂടുതൽ തീവ്രമായ രോഗങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിന് ഇതുവരെ തെളിവുകളൊന്നും ഇല്ല. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ സുൽഫി നൂഹ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. ഞാൻ അരുണിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അരുൺ, ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. രോഗ തീവ്രത കുറവാണ്, അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മറ്റ് രോഗങ്ങൾ വളരെ ഗുരുതരമായുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ കൂടുതലായ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. എങ്കിൽ പോലും കേരളത്തിൽ ഇത്തരത്തിൽ എണ്ണം കൂടുന്നു എന്ന് പറയുന്നത് ലോജിക്കലി നോക്കുമ്പോൾ ടെസ്റ്റുകൾ കൂടുതലായി കേരളത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ കണക്കുകൾ വർദ്ധിച്ചതായി നമുക്ക് തോന്നുന്നത്. എന്നിരുന്നാൽ പോലും ഈ ആശങ്ക ഇവിടെ നിലനിൽക്കുകയാണ്. പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനമായും പറയുന്ന
മുൻകരുതലുകൾ അത് ഏത് തരത്തിലൊക്കെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ രോഗ പരിശോധന ഉള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്രയധികം കണക്കുകൾ ഉള്ളത് എന്ന് വ്യക്തമാണ്. അത് വസ്തുതയുമാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് ഈ രോഗബാധിതരുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപക്ഷെ കൂടുന്നത്. ആദ്യം കോവിഡ് ബാധിക്കുമ്പോൾ അത് തന്നെയായിരുന്നു സംസ്ഥാനത്തെ സാഹചര്യം. രാജ്യത്തെ മറ്റു പലയിടങ്ങളിലും ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ ആളുകൾ വിമുഖത കാണിക്കുമ്പോൾ കേരളത്തിൽ വളരെ കൃത്യമായ കോവിഡ് ടെസ്റ്റ് നടന്നിരുന്നു. അതിൽ തന്നെ വളരെ കൃത്യമായ പരിശോധന ചികിത്സ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ നമ്പർ ആദ്യം കൂടിയത്. ഇപ്പോൾ പ്രധാനമായും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളിൽ പറയുന്നത് COVID-19 ഇൻഫ്ലുവൻസ രോഗലക്ഷണമുള്ളവരെ ചികിത്സിക്കുമ്പോൾ ജൂൺ മാസത്തിൽ പുറത്തിറക്കിയ മാർഗനിർദ്ദേശം 2023 ജൂൺ മാസത്തിൽ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ആ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വേണം ചികിത്സ വേണം. അതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. COVID-19 ഇൻഫ്ലുവൻസ രോഗലക്ഷണങ്ങളുള്ളവർക്ക് അപായ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളിൽ പല രോഗലക്ഷണങ്ങളും വരാം. അതുപോലെ മുതിർന്നവർക്കും പ്രത്യേക രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം. അതൊക്കെ കൃത്യമായി പരിശോധിക്കണം. രോഗം ഗുരുതരമാൻ സാധ്യതയുള്ളവർ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് നിർബന്ധമല്ല, ഉപയോഗിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമാണ് പറയുന്നത്. രോഗലക്ഷണങ്ങളോടെ ആശുപത്രി പ്രവേശിക്കപ്പെട്ട എല്ലാവർക്കും COVID-19 ടെസ്റ്റ് ചെയ്യണം. റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നെഗറ്റീവ് ആണെങ്കിൽ അത് കളയുകയല്ല, വീണ്ടും RT-PCR ടെസ്റ്റിലേക്ക് പോകണം. കൃത്യമായൊരു വിലയിരുത്തൽ അതിലുണ്ടാകണം. അതുകൊണ്ടാണ് RT-PCR ടെസ്റ്റിലേക്ക് പോകേണ്ടത്. ജലദോഷം, തൊണ്ടവേദന, ചുമ തുടങ്ങി ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ളവർ ക്യാമ്പുകളിലുണ്ടെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ നിർബന്ധമായും അവർ അവിടെ മാസ്ക് ധരിക്കണം. ദുരിതാശ്വാസ ക്യാമ്പുകൾ മഴക്കാലമാണ്, സംസ്ഥാനത്ത് ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ഈ മാസ്ക് ധരിക്കണം. കോവിഡ് ബാധിച്ചാൽ ഗുരുതരമാകാനുള്ള വിഭാഗക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ ഇത്തരം രോഗികളെ ആശുപത്രികൾ പ്രത്യേക വാർഡുകളിലോ മുറികളിലോ പാർപ്പിക്കണം. ആശുപത്രി നിർബന്ധമായും രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാ ആരോഗ്യ ജീവനക്കാരും മാസ്ക് ധരിക്കണം. കൂട്ടിരിപ്പാട് സന്ദർശനം ആശുപത്രിയിൽ നിയന്ത്രിക്കണം. രോഗലക്ഷണമുള്ള കൂട്ടിരിപ്പുകാരെ COVID-19 ടെസ്റ്റിന് വിധേയമാക്കണം. ആരോഗ്യ ജീവനക്കാരും COVID-19 ടെസ്റ്റ് നടത്തേണ്ടതാണ്. COVID-19 ടെസ്റ്റ് എല്ലാ ജില്ലകളിലെ RT-PCR സമയത്ത് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള നിർദ്ദേശവുമുണ്ട്. അങ്ങനെ വളരെ കൃത്യമായി നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതുപോലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ പ്രോട്ടോകോളിന്റെ ഭാഗമായി ഇന്നലെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. പ്രധാനമായും അരുൺ, ഈ മാസ്ക് ധരിക്കുക എന്നത് തന്നെയാണ് പ്രധാനമായി ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മുൻകരുതൽ. അരുൺ തന്നെ ഫ്രെയിമിൽ ഇപ്പോൾ എത്തിയപ്പോൾ പൊതുസ്ഥലത്ത് നിൽക്കുകയാണ്, മാസ്ക് ധരിച്ചിട്ടുണ്ട്. അത് ഇത്തരത്തിൽ അരുൺ ചെയ്തതുപോലെ തന്നെ എല്ലാവരും മാതൃകയാക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ എല്ലാവരും പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോഴും പുറത്തു പോകുമ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിക്കുന്ന സമയത്തുമൊക്കെ മാസ്ക് ധരിക്കുക, അനാവശ്യമായ ആശുപത്രികളിൽ മറ്റും പോകാതിരിക്കുക. ഇതൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രാഥമികമായും ചെയ്യാൻ കഴിയുന്നത്. അരുൺ, ഇത്തരത്തിൽ കോവിഡ് ഒരു സാഹചര്യം, ഗുരുതരമായ സാഹചര്യത്തെ ഒരു പക്ഷേ നമ്മൾ നേരിടേണ്ടി വന്നാൽ ആ സാഹചര്യത്തെ നേരിടാൻ എത്രത്തോളം ക്ഷമതയുണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് എന്നുള്ളത് മുൻകാലങ്ങളിൽ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ ആഴത്തിലല്ല ചോദിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ നമ്മുടെ ആശുപത്രികളൊക്കെ എത്രത്തോളം സജ്ജമാണ് ഈ ഒരു സാഹചര്യം നേരിടാൻ? തീർച്ചയായിട്ടും. ഓക്കെ അരുൺ, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ നിലമ്പൂരിലേക്ക് നമുക്കൊന്ന് പോകാം. എല്ലാ കാലത്തും അവരുടെ പ്രചരണം ആരംഭിക്കുന്നത് പോത്തുകൽ പഞ്ചായത്തിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം VB പ്രകാശിന്റെ പര്യടനം ആരംഭിച്ചത് പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയിൽ വെച്ചായിരുന്നു. ആ കവളപ്പാറ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ട പിണറായി വിജയന്റെ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ കവളപ്പാറയിൽ നിന്ന് ആരംഭിച്ചത്. ഈ വർഷം ഞങ്ങൾ മുണ്ടേരി നിന്ന് ആരംഭിക്കാൻ കാരണം ഈ മുണ്ടേരിയിലാണ്. നിലമ്പൂർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ആദിവാസി കോളനികളും സെറ്റിൽമെൻറ്റും ഏറെയുള്ള ഒരു ഏരിയയാണ്. ഇവിടെ കഴിഞ്ഞ 2018 പ്രളയത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട വനത്തിനകത്ത് താമസിക്കുന്ന കോളനി വാസികളായിട്ടുള്ള ആളുകളുണ്ട്, ആദിവാസികളുണ്ട്. അവർക്ക് ഇപ്പോഴും പുനരധിവാസം ഒന്നും ആയിട്ടില്ല. വനാവകാശ നിയമത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ആ പുനരധിവാസം നീട്ടിക്കൊണ്ടുപോവുകയാണ്. നൂറുകണക്കിന് കുടുംബങ്ങൾ, പാവപ്പെട്ട ആദിവാസികൾ ഇപ്പോഴും കുരയില്ലാതെ, വീടില്ലാതെ അവർ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ കീഴിൽ കഴിയുകയാണ്. പലപ്പോഴും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് അവരൊക്കെ മരത്തിൻ്റെ മുകളിൽ ഏറുമാടം കെട്ടി താമസിക്കുന്ന വളരെ ദുരിതകരമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇത് ഈ പുഴ കടന്ന് വാണിയമ്പുഴ കോളനിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. വാണിയമ്പുഴ കോളനിയുണ്ട്, തരിപ്പപ്പൊട്ടിയുണ്ട്, അങ്ങനെ ഒരുപാട് കോളനികൾ ഈ പ്രദേശത്ത് നിൽക്കുകയാണ്. ഇവിടെ അപ്പംകാപ്പ് ഉൾപ്പെടെയുള്ള കോളനികളുണ്ട്. ആദിവാസികൾ വലിയ ദുരിതവും ദുരന്തവും അനുഭവിക്കുന്ന ഒരു ഏരിയയാണ്. ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം മുണ്ടേരിയിലാണെങ്കിലും ഈ മുണ്ടേരിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ മുഴുവൻ
ആദിവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മുണ്ടേരിയിൽ വെച്ച് ഞങ്ങളുടെ ഈ പര്യടനം ആരംഭിക്കുന്നത്. സ്ഥാനാർത്ഥി അല്പനിമിഷത്തിനുള്ളിൽ എത്തിച്ചേരും. ഈ ആദിവാസികളൊക്കെ തന്നെ, ആദിവാസി മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ പരാതിയൊക്കെ പറയാനായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പ്രതീകാത്മകമായി പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ട പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറണം. പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ മൃതശരീരം ഒഴുകി വന്നതൊക്കെ ഈ ചാലിയാർ പുഴയിലാണ്. ഈ മുണ്ടേരിയുടെ ഈ പ്രാന്തപ്രദേശങ്ങളിലാണ് പാവപ്പെട്ട വയനാടൻ ജനതയുടെ മൃതദേഹങ്ങളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങേയറ്റം കേരളത്തെ കണ്ണീര് കുടിപ്പിച്ച പ്രളയ ദുരിതത്തിൻ്റെ ഏറ്റവും വലിയ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇരയായി മാറിയിട്ടുള്ളൊരു പ്രദേശമാണ് മുണ്ടേരി. അവിടെ മനുഷ്യ സഹജമായി ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു ദുരിതാശ്വാസ പ്രവർത്തനവും പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നടത്തിയിട്ടില്ല. ആ പരാജയമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയം. അതാണ് മനുഷ്യൻ്റെ ദുരിതം. ആ ദുരിതത്തിന് ആശ്വാസം പകരേണ്ടുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക്, ഫണ്ടിലേക്ക് കോടികൾ പിരിച്ചിട്ട് ആ പണം ചെലവഴിക്കാതെ കോഴി മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നത് പോലെ ദുരിതാശ്വാസ ഫണ്ടിന് മുകളിൽ അടയിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പ് മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കൺവെൻഷനിൽ ഇന്നലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി ജോയിക്കുന്ന ഒരു മുഖമായിരുന്നു. സമൂഹമാധ്യമങ്ങളൊക്കെ അതിന് വൈറലായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമേ ആണയിട്ട് പറയുന്നല്ലോ, ഞങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾക്ക് ആ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറിയല്ലോ. ഇന്നലെ ഞങ്ങൾ മുത്തം കൊടുത്തു, ഞങ്ങൾ നല്ല ട്രെൻഡാണ്, നല്ല ഓളാണ്. ഇന്നലെ നിങ്ങൾ അത് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ വാർത്ത പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തിട്ടില്ല. ഇന്നിപ്പോൾ അതിന് ഞങ്ങൾ മറുപടി പറയാണ്. പാണക്കാട് കുടുംബത്തിലെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് തന്നെയാണ്, അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഈ പര്യടനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് എതിരാളികൾ ഇവിടെ ആരുമില്ല. എതിരാളികളില്ലാത്ത ഏകപക്ഷീയമായ ഒരു പോരാട്ടമാണ്. നിങ്ങൾ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള പല വാർത്തകളാണ്, അടിസ്ഥാനമില്ലാത്ത അവാസ്തവമായ വാർത്തകൾ മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് എതിർപ്പായിട്ടുള്ളത്. അതുകൊണ്ട് ആ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ ആവേശകരമായി ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഏകപക്ഷീയമായ മത്സരത്തിൽ വലിയ മുന്നേറ്റത്തിൽ വിജയിക്കുന്ന സാഹചര്യമാണ് ഇവിടെ. ഇന്നലെ PV അൻവർ VV പ്രകാശിന്റെ വീട്ടിൽ ഉൾപ്പെടെ പോയി. അപ്പോൾ ആ സമയത്ത് പറഞ്ഞത് UDFന്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് എത്താത്തത് എന്ന ചോദ്യം അൻവർ ഉന്നയിച്ചിരുന്നു. അതിലെന്താണ് മറുപടി? അല്ല, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് എവിടെയും പോകാലോ. അങ്ങനെ അദ്ദേഹം എല്ലായിടത്തും പോയി. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ആദ്യം പോയത് മുക്കട്ട, അദ്ദേഹത്തിൻ്റെ പിതാവ് അന്തി ഉറങ്ങുന്ന മുക്കട്ട ജുമാ മസ്ജിദിലാണ്. അതിനുശേഷം അദ്ദേഹം പ്രകാശേട്ടൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങളുടെ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. ബാക്കി അദ്ദേഹം വീടുകളിൽ പോകുന്നതും പ്രധാനപ്പെട്ട ആളുകളെ കാണുന്ന പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഇല്ല. അബ്ബാസ് അലി തങ്ങൾ മുൻകൂട്ടി ഏറ്റ പരിപാടികളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി ആദ്യം നിലമ്പൂരിന് പുറത്ത് ആദ്യം അദ്ദേഹം പോയത് പാണക്കാട് തറവാട്ടിലേക്കാണ്. അവിടെ എല്ലാ തങ്ങന്മാരുടെയും അനുഗ്രഹം മേടിച്ചിട്ടാണ്. സാദിഖ് അലി തങ്ങൾ ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി പുറത്തു പോയതാണ്. ബാക്കി എല്ലാ തങ്ങന്മാരും, മൗനപരലി തങ്ങൾ ഇവിടെ വന്നിരുന്നു UDYFന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നിലമ്പൂരിൽ. അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്നിരുന്നു, നിങ്ങളാരും വാർത്തയാക്കിയില്ല. അതെ, എല്ലാ തങ്ങന്മാരും ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കും. പാണക്കാട് കുടുംബത്തെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു ആശയക്കുഴപ്പമില്ല. ക്ഷണിച്ചിരുന്നു. സാദിഖ് അലി തങ്ങൾ ഇങ്ങനെ അവിടെ ആയതുകൊണ്ടാണ്. മുനവറലി തങ്ങൾ മിനിഞ്ഞാന്ന് പരിപാടി പങ്കെടുത്തു. അബ്ബാസ് അലി തങ്ങൾക്ക് ഇന്നലെ എത്തിച്ചേരാൻ കഴിയില്ല, പക്ഷേ പര്യടനത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹമാണെന്ന് അറിയിച്ചിരുന്നു. ഓരോ പരിപാടിയും നമ്മൾ ചാർട്ട് ചെയ്ത് കൃത്യമായിട്ടാണ് പോകുന്നത്. ഇല്ല, വാർത്തയായത് നിങ്ങളതിന്റെ സോഴ്സ് അന്വേഷിക്കാതെ, സ്രോതസ് അന്വേഷിക്കാതെ നിങ്ങൾ വാർത്ത കൊടുത്താണ്. മാധ്യമങ്ങളുടെ വാർത്തയിലുപരി ഈ ഒരു UDFന്റെ കൺവെൻഷൻ ഇത്രയും പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പിൽ കുടുംബത്തിലാരും കാണാതെ വരുമ്പോൾ ശ്രദ്ധിക്കില്ലേ ആളുകൾ? അല്ല, അതിനകത്തൊരു ആശങ്കയില്ല. സാദിഖ് അലി തങ്ങൾ ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാൻ പോയത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഞങ്ങളുടെ കൺവെൻഷൻ പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം. അത് കൺവെൻഷൻ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള അബ്ബാസ് അലി തങ്ങളാണ്. അതിനകത്ത് ഞങ്ങൾക്കൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരാശങ്കയില്ല, ആർക്കും ആശങ്കയില്ല. അല്ല, ഈ അബ്ബാസ് അലി തങ്ങളെ നേരത്തെ തന്നെ ഇതിൽ ഉദ്ഘാടകനായി നിശ്ചയിച്ചതാണോ, അല്ലെ ഇന്നലെയാണോ ഈ ഉദ്ഘാടകനായി നിശ്ചയിച്ചത്? അത് നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തോട്. ഇന്നലെ കൺവെൻഷൻ പങ്കെടുക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പം മുൻകൂട്ടി പരിപാടി അനുസരിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഞങ്ങൾ പരിപാടിയൊക്കെ വളരെ പെട്ടെന്നാണ്. ഇന്നലെ ഈ പര്യടനം പോലും, ഞങ്ങൾ ഈ സ്ഥലം പോലും തീരുമാനിക്കുന്നത് വളരെ പെട്ടെന്നാണ്.
തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അബ്ബാസ് അലി തങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇന്നലെ ആ പോസ്റ്ററൊക്കെ വളരെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. പോസ്റ്ററൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നേരത്തെ വന്നിട്ടുണ്ട്. അബ്ബാസ് അലി തങ്ങളാണ് ഉദ്ഘാടനം. ഇന്നലെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാതെ മറ്റൊരു പരിപാടി പങ്കെടുത്തുകൊണ്ടാണ്. പിന്നെ പങ്കെടുക്കുന്നത് മുനറുൽ തങ്ങളാണ്. അദ്ദേഹം മിനിഞ്ഞാന്ന് ഇവിടെ നിലമ്പൂരിലുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ഒരു ആശങ്കയില്ല. അവരൊക്കെ ആണയിട്ട് ആവർത്തിച്ച് പറഞ്ഞല്ലോ, അതിനകത്തൊരു വിവാദം ഉണ്ടാക്കേണ്ടുന്ന കാര്യമില്ല. അല്ല, ഈ ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് കുറെ അനുനയ ശ്രമങ്ങൾ നടത്തിയതാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ആ അനുനയ ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. എല്ലാവരും നടത്തിയിരുന്നു, ഒരുമിച്ചാണ് നടത്തിയത്. അത് നടക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ നടക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും എല്ലാവരും ഉൾക്കൊണ്ട് എല്ലാവരുടെ വോട്ടും വാങ്ങാൻ എല്ലാ തരത്തിലുള്ള അനുനയം. താങ്കളുടെ ഇപ്പോഴത്തെ നിലപാട് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറഞ്ഞില്ലല്ലോ. അതില്ല. പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമാണ്. സ്വാഭാവികമായും അദ്ദേഹം ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതെനിക്കറിയില്ല. UDF-ന്റെ സംസ്ഥാന നേതാക്കളാണല്ലോ. UDF-ന്റെ സംസ്ഥാന നേതാക്കളാണല്ലോ. ഇതിപ്പോ ഞങ്ങളുടെ കോർട്ടിലല്ലേ ഈ പന്ത്. ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഇനി ഇതല്ല നമ്മുടെ പര്യടനം തുടങ്ങാനായി. അതുകൊണ്ടാ നിങ്ങൾ ഇന്നെ കുഴിച്ചടിക്കണ്ട. DCC പ്രസിഡന്റ് VS ജോയ് ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും നിലമ്പൂരിൽ നിന്ന് ഉയർന്നു വരുന്ന വിഷയം എന്ന് പറയുന്നത് അൻവറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ അൻവറിന്റെ വിഷയത്തിൽ ഇടപെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് ലീഗും കോൺഗ്രസും തമ്മിൽ നിൽക്കുന്ന ഒരു പോരുണ്ട്, അല്ലെങ്കിൽ ഒരു അസ്വാരസ്യമുണ്ട്. ഒരു വിള്ളലിലേക്ക് കാര്യങ്ങൾ മുന്നണിയിൽ നീങ്ങുന്നു എന്ന തരത്തിലൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്തുകൊണ്ടേ വരുന്നത്. അതിനിടയിലാണ് ഇന്നലെ നടന്ന UDF കൺവെൻഷനിൽ തങ്ങൾ കുടുംബത്തിൽ നിന്ന്, പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല എന്നുള്ള ഒരു വിവാദം കൂടി ഉയർന്നു വന്നത്. ആ വിഷയത്തിലൊക്കെ അദ്ദേഹം മറുപടി നൽകുകയായിരുന്നു. അതിനിടയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഈ അനുനയ നീക്കവുമായി ബന്ധപ്പെട്ട, അൻവറുമായുള്ള അനുനയ നീക്കവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് അറിയാതെയെങ്കിലും VS ജോയി ഈ ഘട്ടത്തിൽ പറഞ്ഞു പോയത് എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ നമുക്ക് വിശദമായി സംസാരിക്കണം, ചർച്ച ചെയ്യണം ഈ വിഷയം. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.